അധികാരത്തിന് ഹുങ്കിന് മുന്നിൽ ഭരണകൂടത്തിന്റെ നിലപാടുകളെ ദീപലേഖ എന്ന് പറയുന്ന ഒരു ജീവനക്കാരി, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, അവർ പൊതുവെ അസുഖമായിട്ടുള്ള ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ വന്നപ്പോഴാണ് അവരെ വളരെ ദൂരത്തേക്ക് മാറ്റിയ ട്രാൻസ്ഫർ ഓർഡർ അവർക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് തൻ്റെ സീനിയർ ഉദ്യോഗസ്ഥയുമായി സംസാരിക്കാൻ വേണ്ടി ഓഫീസിൽ പോയപ്പോഴാണ് ആ സംസാരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് അവർ മരിക്കുന്നത്. ഇതേ ഒരു സംഭവം കാസർഗോഡ് കലക്ടറേറ്റിൽ ആശാദേവി എന്ന് പറയുന്ന ഒരു ലേഡി സ്റ്റാഫ് അവർക്കുമുണ്ടായി. അവർ ആത്മഹത്യ ചെയ്താണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് കോഴിക്കോട് സുബിൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളെ 2 തവണ മാറ്റി. അദ്ദേഹത്തെ 60 കിലോമീറ്റർ ദൂരത്തേക്കാണ് മാറ്റിയത്. ഒരു കാരണവുമില്ല. അദ്ദേഹം കോടതിയിൽ പോയി. കോടതിയിൽ ഉത്തരവ് വരുന്നതിനെ അതിശക്തമായി പോലീസിന്റെ പക്ഷം എതിർത്തു. ആ ആർഗ്യുമെന്റ് കടന്ന ദിവസം കോടതി വിധിയും എനിക്ക് കിട്ടില്ലെന്ന് കരുതി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചൊല്ലി അന്നേ ദിവസം ട്രാൻസ്ഫർ നടക്കുകയാണ്? വകുപ്പ് മന്ത്രിമാരാരാണെന്ന് അറിയില്ല, വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാരാണെന്ന് അറിയില്ല. ഇവിടെ ഭരണപക്ഷ സംഘടനകളുടെ നേതാക്കന്മാർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നു. കേരളത്തിന്റെ സിവിൽ സർവീസിൽ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത സംഭവമാണത്. എന്തൊരു ന്യായം, എന്തൊരു നീതി, ഇതെന്തൊരു ഭരണമാണ്? സർക്കാർ സർവീസിലുള്ളവർക്കെല്ലാം സംഘടനകളുണ്ട്. ആ സംഘടനകളെല്ലാം ജനാധിപത്യപരമായി ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുകയും പോരാട്ടം നടത്തുകയും ചെയ്യുന്നവരാണ്. അവരെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു നീതിബോധവുമില്ലാത്ത രീതിയിൽ അടിയന്തരാവസ്ഥയുടെ കാളരാത്രികളെക്കാൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തിരിച്ചടിയെല്ലാം കേരളം കാണും. ഇത് കേരളമാണ്. എന്നാൽ ഈ രീതിയിലുള്ള ഒരു സമീപനവുമായി എത്ര കാലം വി.ഡി. സതീശന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും? ഒരു പ്രായശ്ചിത്ത ബോധമോ, അത്തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞ് ആ തെറ്റിനോട് പരിശോധിക്കാമെന്ന് പറയുന്ന ഒരു വാക്കുപോലും പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല. തികഞ്ഞ ധാർഷ്ട്യ സ്വഭാവത്തോടെയാണ് കാത്തിരുന്നോളൂ, ഇനിയും വരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചു കൂവുന്ന സമീപനമാണ് പഴയ നാടുവാഴിത്ത കാലത്തെ, ജന്മിത്ത കാലത്തെ ആഢ്യ സ്വഭാവത്തിന്റെ മൂർത്തീഭാവമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാറുകയാണ്. സതീശനോട് പറയുന്നു, ഇത് കേരളമാണ്, ഇത് പറവൂരല്ല, ഇത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോ
ആ വളഞ്ഞ സമരത്തിന്റെ 2ാം ദിവസം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ നേതാക്കന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയതിന്റെ ഭാഗമാണ് ആ സമരം ഞങ്ങൾ പിൻവലിച്ചത്. അത് നിങ്ങൾ കാണണം. തീർന്നില്ല. 10-25 വർഷം മുമ്പ് കേരളത്തിൽ അഴിമതി കൊണ്ട് കൊടികുത്തി വാഴ്ന്ന് അഴിമതിയില്ലാതെ ഒരു കാര്യവും നടക്കില്ലെന്ന് കണ്ടപ്പോ അഴിമതി മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ആ അഴിമതി അന്ന് കേരളത്തിന്റെ പോലീസും പുറത്തുനിന്ന് വാടകക്കെടുത്ത പോലീസും CRPF-ഉം കേന്ദ്ര പോലീസും അന്ന് ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യാനും അതേപോലെ തടഞ്ഞു വെക്കാനും ഉണ്ടായിരുന്നു. ആ വലയങ്ങളെ ഭേദിച്ച് ഞങ്ങൾ മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞപ്പോ ആ മന്ത്രിമാരാരും അന്ന് തെരുവിൽ ഇറങ്ങിയിരുന്നില്ല എന്ന യാഥാർത്ഥ്യം ഈ കേരളത്തിന്റെ ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു രസമായി തോന്നും ഇത്, നിങ്ങൾക്കൊരു ഹരമായി തോന്നും ഇത്. 10 കൊല്ലം വേളാമലിനെ പോലെ ഭരണത്തിന്റെ മധുരം മാത്രം നുഴഞ്ഞ് അത് മാത്രം ജീവിതമാക്കി കരുതിയ കോൺഗ്രസുകാർ ഭരണം കിട്ടിയപ്പോ എന്തു ചെയ്യണമെന്നറിയാത്ത ഹാലിളക്കത്തിലാണ് ഇപ്പോൾ ഞങ്ങൾക്കറിയാം. ആ ഹാലിളക്കം ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് നേരെ, സാധാരണക്കാരന് നേരെ, ഗവൺമെന്റ് ജീവനക്കാർക്ക് നേരെ കുതിര കയറിയാൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന് മാത്രമേ ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. ഇതിനെ ഒരു ഭീഷണി പ്രശ്നമായി പറയണ്ട. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. ഞങ്ങൾ മുഷ്ടി ചുരുട്ടി ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുന്നതിന് ജീവൻ കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.